Hi, good morning. Today we are going to deal with a new topic, മാസ് മീഡിയ. ഇത് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. മീഡിയ എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു പദമാണ്. ദ വേർഡ് മീഡിയ കംസ് ഫ്രം ദ ലാറ്റിൻ പ്ലൂരൽ ഓഫ് മീഡിയം. മീഡിയം എന്ന വേർഡിൻ്റെ പ്ലൂരലാണ് മീഡിയ എന്ന് പറയുന്നത്. മീഡിയ സിംപ്ലി റിഫർ ടു കമ്മ്യൂണിക്കേഷൻ. മീഡിയ കമ്മ്യൂണിക്കേഷനെയാണ്, ആശയവിനിമയത്തെ പ്രതിനിധാനം ചെയ്യുന്നൊരു സംവിധാനമാണ്. നമ്മൾ മലയാളത്തിൽ മാധ്യമങ്ങൾ എന്ന് പറയും. വ്യത്യസ്ത തരം മാധ്യമങ്ങളെ, വാർത്താ മാധ്യമങ്ങളെ, എൻ്റർടൈൻമെൻറ്റ് മാധ്യമങ്ങളെ, ചാനലുകളെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ നമുക്ക് സുപരിചിതമാണ്. Media performs very important functions in a society. In modern നമ്മുടെ സമൂഹത്തിൽ മീഡിയക്ക് വളരെയധികം വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഇൻ മോഡേൺ ഡെമോക്രാറ്റിക് നാഷണൽ സ്റ്റേറ്റ് സിസ്റ്റം ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫോർത്ത് പില്ലർ ഓഫ് ദ സ്റ്റേറ്റ്. ആധുനിക ജനാധിപത്യ രാഷ്ട്ര സംവിധാനത്തിൽ മീഡിയ നാലാം തൂണായിട്ടാണ്, രാഷ്ട്രത്തിൻ്റെ നാലാം തൂണായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ എഫക്റ്റീവ് ഫങ്ഷനിങ്ങിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മാധ്യമം, മീഡിയ എന്ന് പറയുന്നത്. പിന്നീട് ഈ മീഡിയ എന്ന് പറയുന്ന സംവിധാനം മാസ് മീഡിയ എന്ന ഒരു തലത്തിലേക്ക് ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് വികസിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മാസ് മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പദം സൂചിപ്പിക്കുന്നത് പോലെ, മാസ് പോപ്പുലേഷനെ അഡ്രസ്സ് ചെയ്യുന്ന മീഡിയകളാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. മാസ് മീഡിയ റെഫേഴ്സ് ടു ദ മീൻസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം എ സിംഗിൾ സോഴ്സ് ടു എ വാസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരു സിംഗിൾ സോഴ്സിൽ നിന്നുകൊണ്ട് വലിയൊരു നമ്പർ ഓഫ് പീപ്പിളിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വിവരങ്ങൾ നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ തരത്തിലുള്ള മീഡിയയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടെലിവിഷൻ ചാനലുകൾ. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ വായിക്കുന്ന വാർത്താ ചാനലുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഒരാൾ വായിക്കുന്ന വാർത്ത ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്കാണ് എത്തുന്നത്. ഇങ്ങനൊരു സിംഗിൾ റിസോഴ്സിൽ നിന്ന് അനേകം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മാധ്യമങ്ങളെയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. Mass media refers to various forms of communication that reach a large audience simultaneously in the same time. ഒരേ സമയത്ത് അനേകം വലിയ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആശയ സംവിധാന രൂപങ്ങളെയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് മീഡിയം സച്ച് ആസ് ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ദ ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, സോഷ്യൽ മീഡിയ, ഇതൊക്കെയും മാസ് മീഡിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. മാസ് മീഡിയ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ in shaping public opinion, disseminating information and influencing social, cultural and political trends. മാസ് മീഡിയ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുജനാഭിപ്രായത്തെ, പബ്ലിക് ഒപ്പീനിയനെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസിമിനേറ്റിംഗ് ഇൻഫർമേഷൻ, വിവരങ്ങളെ വിതരണം ചെയ്യുന്നിടത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ഇൻഫ്ലുവൻസിങ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രെൻഡ്സ്. നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ സാംസ്കാരികമായ, സാമൂഹികമായ ട്രെൻഡുകളെ തീരുമാനിക്കുന്നിടത്ത് വലിയ സ്വാധീനം വഹിക്കാൻ മാസ് മീഡിയയ്ക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്ത് മാസ് മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ മാസ് മീഡിയയെ വളരെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കൾച്ചർ, അത് ഏത് കൾച്ചറാവണം, അല്ലെങ്കിൽ